താങ്കൾ പക്ഷേ കർക്കശമായി നിശ്ചിതമായി വലിയ അഴിമതി ആരോപണങ്ങളും സാധാരണ രാഷ്ട്രീയത്തിൽ ഉന്നയിച്ച് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കാത്ത ഒരാളാണ്. എന്നാൽ താങ്കൾ VN വാസവനെതിരെ ഒരു അഴിമതി ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശബരിമല പമ്പയിലെ സംഗമം സംബന്ധിച്ചായിരുന്നു താങ്കളുടെ അഴിമതി ആരോപണം. ആ ആരോപണത്തിലൊക്കെ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? അല്ല, ശ്രീകണ്ഠനാർ പറഞ്ഞത് ശരിയല്ല. കഴിഞ്ഞ 1-ാം പിണറായി ഗവൺമെൻറ്റിൽ ഞാൻ 7 അഴിമതി ആരോപണം കൊണ്ടുവന്നു. ഈ 7 അഴിമതി ആരോപണവും ഗവൺമെൻറ്റിന് വിഡ്രോ ചെയ്യേണ്ടി വന്നു. പമ്പ മണൽക്കടത്ത്, സ്പ്ലിങ്കർ, അതോടൊപ്പം തന്നെ ബബ്കോ അഴിമതി, ബ്രൂവറി ഡിസ്റ്റിലറി ഉൾപ്പെടെ 7 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അഴിമതി തന്നെ ഞാൻ കൊണ്ടുവന്നതാണ്. 7 കാര്യത്തിലും ഗവൺമെൻറ് പുറകോട്ട് പോകേണ്ടി വന്നു. പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ വൻ അഴിമതിയുണ്ട്. 7 കോടി രൂപ മുടക്കിയാണ് ഇവർ ഈ സംഗമം നടത്തിയത്. 300 പേര് പോലും അവിടെ ഇല്ലായിരുന്നു. 24 ഞാൻ കണ്ട സ്റ്റേജ് 300 പേര് പോലും ഇല്ലായിരുന്നു. അവിടെ നടന്ന ഓരോ വെട്ടിപ്പിൻ്റെയും കഥകൾ പുറത്തു വരികയല്ലേ? അതിന് ഉത്തരവാദി മന്ത്രിയല്ലേ? മന്ത്രിക്ക് ദേവസ്വം ബോർഡിൻ്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ കഴിയുമോ? കഴിയില്ല. മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആഗോള സംഗമം, അയ്യപ്പ സംഗമം നടത്തിയത്. എന്ത് പ്രയോജനമുണ്ടായി? ഇന്ന് അവിടെ നടന്ന ഓരോ വെട്ടിപ്പിൻ്റെയും കഥ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് വ്യക്തിപരമല്ല. മന്ത്രിയുടെ നിലപാടും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ നിലപാടും ബോർഡിൻ്റെ നിലപാടിനെ ഞങ്ങൾക്ക് വിമർശിക്കേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരാൾ മന്ത്രിയാണോ താങ്കളുടെ അഭിപ്രായത്തിൽ? കാര്യം ഈ അഴിമതിയിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു റോള് വരിക? തീർച്ചയായിട്ടും മന്ത്രിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. അദ്ദേഹമാണ് എല്ലാവരെയും പോയി കണ്ട് വിളിച്ചത്. അദ്ദേഹമാണ് ഇതിന് മുഴുവൻ നേതൃത്വം കൊടുത്തത്. ഇപ്പം പ്രശ്നം വന്നപ്പോഴാണ് ഹൈക്കോടതിയാണ് പറയുന്നത്, ഞങ്ങളല്ല. ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് പറയുന്നത് ഇതെല്ലാം അഴിമതിയാണെന്ന്. അഴിമതി നടന്നപ്പോഴേ എനിക്ക് ഉത്തരവാദിത്വമില്ല, ബോർഡിനാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? ആരാണത് വിശ്വസിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഈ താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ കിബിയെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഭരണപക്ഷത്തെന്ന് പറയുന്നത് കിബി കാരണം ഇത്ര 1 ലക്ഷം കോടിയുടെ വികസനം കൊണ്ടുവന്നു എന്നൊക്കെ അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ കിബിയുടെ പ്രവർത്തനം വേണ്ടത് വയ്ക്കുമോ? ഒരിക്കലും വേണ്ടത് നോക്കില്ല. ഇല്ല. കാരണം ഇത് കൊണ്ടുവന്നത് തന്നെ AK ആന്റണിയുടെ ഗവൺമെന്റ് കാലത്ത് ശങ്കരനാരായണനാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് തന്നെ, ധനകാര്യമന്ത്രിയാണ്. പിന്നീടാണ് ഇവരത് വിപുലപ്പെടുത്തിയത്. ഇത് പശ്ചാത്തല സൗകര്യം ഒരുക്കാനും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പണം മുടക്കുന്നതിന് ഞങ്ങളാരും ഒരിക്കലും എതിർത്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ 2 കാര്യം. ഒന്ന്, പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പണം ഉപയോഗിക്കണം. ഞാനും നിങ്ങൾ പഠിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിൻ്റെ 2 രൂപയാണ്, പെട്രോളിൽ നിന്ന് 2 രൂപയാണ് കിബി പോകുന്നത്. മസാല ബോണ്ട് എടുത്തതിനെ ഞാൻ വിമർശിച്ചു. കാരണം 9.75% പലിശയ്ക്ക് മസാല ബോണ്ടിൽ നിന്ന് പണം എടുക്കേണ്ട കാര്യമില്ല, വിറ്റ് കാശുണ്ടാക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ തന്നെ 7%, 7.5% പലിശയ്ക്ക് ഇവിടെ പണം കിട്ടും ബാങ്കിൽ. നമുക്ക് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി 2.5% ജപ്പാനിൽ നിന്ന് ലോൺ കിട്ടി. അതുണ്ടായിരിക്കെയാണ് ഇവർ മസാല ബോണ്ട് വിട്ട് ഇത്രയും വലിയ ഒരു ബാധ്യത ഉണ്ടാക്കി വെച്ചത്. മാത്രമല്ല, കിഫ്ബിയിലെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രചരണം നടക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ കിഫ്ബി എന്ന ആശയത്തെ അല്ല എതിർക്കുന്നത്. ഇതുപയോഗിച്ചുകൊണ്ട് ഇന്ന് പ്രചരണം നടത്തും. കേരളം മുഴുവൻ PRDയുടെ ബോർഡല്ലേ മുഖ്യമന്ത്രിയുടെ? എത്ര കോടി രൂപയാണ് ചെലവഴിക്കുന്നത്? കിഫ്ബിയിലൂടെ 150 കോടി രൂപയാണ് പരസ്യത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നത്. വ്യക്തികൾക്ക് കൊടുക്കുന്നു, വ്യക്തികൾക്ക് കൊടുക്കുകയാണ്. 1 കോടി രൂപ, 2 കോടി രൂപ, 3 കോടി രൂപ, 50,000 രൂപ, ഇതൊക്കെ വ്യക്തികൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ നാളെ മറുപടി പറയേണ്ടി വരും. നാളെ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ ഈ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ജയിലിൽ പോകേണ്ടി വരും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.